ഹലോ ഗൈസ്. അപ്പോൾ ലാസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള മാത്സിൻ്റെ പ്രാക്ടിക്കലും ഇന്നെനിക്ക് കഴിഞ്ഞു. അങ്ങനെ പ്രാക്ടിക്കലെല്ലാം അവസാനിച്ചു. ഇന്നത്തെ മാത്സിനെ പറ്റി പറയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് 6 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ 4 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 4 എണ്ണം നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷമെല്ലാം ടീച്ചർമാർ സെലക്ട് ചെയ്ത് തരുവാന്ന് തോന്നുന്നു. പക്ഷേ ഇത്തവണ തൊട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്തവണ തൊട്ടാന്ന് തോന്നുന്നു നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഏതൊക്കെയാണ് ഈ 4 എണ്ണം ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് 5, 6 ഒക്കെ ചെയ്യാം. അങ്ങനെ എനിക്കിപ്പോൾ കിട്ടിയിരുന്ന ഡൊമൈൻ ആൻഡ് റേഞ്ചും വാല്യൂ ഓഫ് ഫംഗ്ഷൻസും ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് ആയിരുന്നു +1 നിന്ന് ഫസ്റ്റ് ഇയറിൽ നിന്ന്. സെക്കൻഡ് ഇയറിൽ നിന്ന് വെക്ടേഴ്സും കണ്ടിന്യൂറ്റിയും പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇത്രയായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിൽ ഞാൻ 6 എണ്ണം അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. അതെല്ലാം ചെയ്തതിനകത്തെല്ലാം കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ട്. പിന്നെ ചിലത് ഇൻകംപ്ലീറ്റും ആണ്. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടൊരിതില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പം ഡൊമൈൻ ആൻഡ് റേഞ്ചിൽ ഒരു ഫംഗ്ഷൻ്റെ 2x - 4x ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഡൊമൈനും റേഞ്ചും എനിക്ക് എഴുതിയൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ പിന്നെ അത് 4 എണ്ണം ഫംഗ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ മാനുവലിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തന്നെ നമ്മൾ വരച്ച് കാണിക്കണം കമാൻഡ് കൊടുത്തിട്ട്. അതിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വാല്യൂ ഓഫ് ഫംഗ്ഷനിൽ g(x) വാല്യൂ ഫംഗ്ഷൻ കുഴപ്പമില്ലായിരുന്നു. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിൽ g(x)ൻ്റെ റിഫ്ലക്ഷൻ വരയ്ക്കാനുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയിരുന്നു. പക്ഷേ നമുക്ക് കമാൻഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത ഓപ്ഷൻ തെറ്റാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. ഞാനിന്ന് രാവിലെ അറിഞ്ഞു നമുക്കൊരു ചില ക്വസ്റ്റ്യനിൽ മൊത്തം 10 മാർക്ക് കാണും. നമുക്ക് 8 മാർക്കേ ഉള്ളൂ മാക്സിമം സ്കോർ ഒരു ക്വസ്റ്റ്യനെയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഏതെങ്കിലും ഒഴിവാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ വെക്ടേഴ്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 3u മറ്റേ കോസ് ആൽഫ കണ്ടുപിടിക്കാൻ. അതുപോലെ പിന്നെ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ. പാരലോഗ്രാം നല്ല സൂപ്പറായിട്ട് അറിയാവുന്നതാണ്, എത്രയോ തവണ ചെയ്തതാണ്. പക്ഷേ എനിക്ക് പാരലായിട്ടുള്ള ലൈൻ, അതായത് ലൈൻ വരച്ചിട്ട് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കുന്ന സംഭവം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ നേരം അതിന് വേണ്ടി ശ്രമിച്ചു. അത് കുറേ സമയം പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് മാറ്റിയിട്ട് ഞാൻ പോയിട്ട് അവസാനം കിടക്കുന്ന കണ്ടിന്യൂറ്റി എടുത്തത്. കാര്യമായി കണ്ടിന്യൂറ്റി ചെയ്തുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടിന്യൂറ്റി അറിയാമല്ലോ, എളുപ്പമാണ്. സ്ലൈഡർ നീക്കുന്നു സംഭവങ്ങൾ അതെഴുതി. അത് കഴിഞ്ഞിട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് വന്നപ്പോഴത്തേക്കും അപ്പം എനിക്ക് ആ പാരലോഗ്രാം വരച്ച് ഒരുപാട് ടൈം പോയി. പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൽ വന്നപ്പോൾ ഞാൻ അതുവരെ ക്വസ്റ്റ്യൻ എല്ലാം എഴുതുമായിരുന്നു. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാം. അങ്ങനെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ലാപ്പിൽ നോക്കി സമയം വേസ്റ്റ് ചെയ്യാണ്ടെന്ന് എഴുതി. പക്ഷേ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. കാരണം ക്വസ്റ്റ്യൻ കൂടി എഴുതിയിരുന്നെങ്കിൽ എൻ്റെ കുറച്ചുകൂടെ സമയം പോയേനെ. എന്നിട്ട് സമയം പോയി. എന്തായാലും അത് ചെയ്തു. പക്ഷേ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ എനിക്കറിയാം ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൽ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇടത്തുള്ളൂ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടത്തില്ല. പക്ഷേ ഈ ഇൻ്റർവെൽ എഴുതിയപ്പോൾ എനിക്ക് ആകെ അത് കൺഫ്യൂഷൻ, എന്തോ ചെയ്യണമെന്ന് ഞാൻ ആകെ ഇതായിപ്പോയി. ആ സമയത്ത് ആകെ കൺഫ്യൂഷനായിപ്പോയി. പിന്നെ പല കാര്യത്തിലും ടാൻജൻറ്റ് സ്ലോപ്പൊക്കെ അറിയാം. പക്ഷേ ആ സമയത്ത് ഞാനൊന്നും ചെയ്തിട്ട് ലാപ്പിൽ അതൊന്നും വരുന്നില്ല, ഒന്നും വിസിബിൾ ആവുന്നില്ല. ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും വിസിബിൾ ആവുന്നില്ല. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി. പിന്നെ പിന്നെ വെക്ടേഴ്സ് ചെയ്യാനും പറ്റത്തില്ല. വെക്ടേഴ്സ് ഞാൻ കുറേ നോക്കി. പാരലോഗ്രാം ഒത്തിരി സമയം കളഞ്ഞു. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു വേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അത് മാറിയത്. അപ്പോൾ അതിൻ്റെ സമയം കാരണം എനിക്ക് കണ്ടിന്യൂറ്റി ചെയ്യാൻ പക്ഷേ എങ്ങനെ പെട്ടെന്ന് ചെയ്തു. പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് വന്നപ്പോൾ അതിന് സമയം കുറഞ്ഞു. എന്തായാലും ഇൻക്രീസിങ് ആൻഡ് അതായത് എനിക്കിപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് ഇത് പോയാലും കോമ്പൻസേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എക്സാം നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഒരു ഇതുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ് എനിക്കത് പോയത്. എന്നാലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന്. പിന്നെ ഒരു മാർഗ്ഗമാണ് എനിക്കിപ്പോൾ ഡൗട്ട്. ഇനി അറിയത്തില്ല വേറെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. നല്ല മാർഗ്ഗമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ റെക്കോർഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് കിഴിച്ചതോടെ കാണിക്കുമായിരുന്നു. റെക്കോർഡ് തന്നില്ല. ടീച്ചർ നാളെ വല്ലതും വന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തൊട്ട് സമാധാനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 16-ാം തീയതി എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് മോഡൽ എക്സാം തുടങ്ങുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തെ അവധി കൂടെ കഴിഞ്ഞാൽ നേരെ നമ്മുടെ മെയിൻ എക്സാം. അപ്പോൾ ഇനി അധികം സമയമില്ല. ഇന്ന് തൊട്ട് ഇനിയും സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ എന്താ പഠിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി പോർഷൻസ് ഉണ്ട്. എത്ര കവർ ചെയ്താലും എനിക്ക് വീണ്ടും ഇങ്ങനെ കവർ ചെയ്യാനോ അങ്ങനെ ഒരു ഇതാണ്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. പലർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, എത്ര നമ്മൾ പഠിച്ചാലും പിന്നെയും അത് തന്നെ റിവൈസ് ചെയ്തില്ലെങ്കിൽ മറവി അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഇനി അത് തുടങ്ങണം. അപ്പോൾ ഇന്നത്തോടെ റിവ്യൂ വീഡിയോസ് എല്ലാം കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഈ
നോട്ട്സോടെ റിവ്യൂ വീഡിയോസ് കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇനിയും പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ക്വിക്കായിട്ട് ഒരാൾക്ക് എക്സാമിന് പോകുമ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് എന്തായാലും ആ വീഡിയോസ് ഷോർട്സ് വഴിയോ വീഡിയോസായിട്ടൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ റിവ്യൂസിന് തന്നൊരു സപ്പോർട്ട് നിങ്ങൾ അതിനും തരണം. നിങ്ങളെല്ലാവരും ആ ഷോർട്സ് കാണണം, അഭിപ്രായം പറയണം. എനിക്കറിയാവുന്നതൊക്കെയാണ്, എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പഠിക്കുന്നത് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണാം. ടാറ്റ.